Okay, welcome to another video lesson. ഇന്ന് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ തന്നെയാണ് ഒരു പുതിയ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഈ മെത്തേഡിലും പ്രോബ്ലം വരാം, നേരത്തെ നമ്മൾ ചെയ്ത മെത്തേഡിലും പ്രോബ്ലം വരാം. സോ ഇങ്ങനെയാണ് പ്രോബ്ലം വരുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വർഷത്തെ ഡീറ്റെയിൽസ് തന്നുകൊണ്ട് 2 വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തന്നുകൊണ്ട് എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ഡിബെഞ്ചേഴ്സ് ഉണ്ട്, ടേം ലോൺ, ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ ഉണ്ട്, ട്രേഡ് പായബിൾസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ട്. ദെൻ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഫിക്സഡ് അസറ്റ് ഉണ്ട്, ഫിക്സഡ് അസറ്റ് തന്നിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്, ട്രേഡ് റിസീവബിൾസ് തന്നിട്ടുണ്ട്, തന്നിട്ടുണ്ട്, ഇൻവെന്ററി തന്നിട്ടുണ്ട്, ഗുഡ് വില്ല് തന്നിട്ടുണ്ട്, ബാങ്ക് ബാലൻസ് ആൻഡ് ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയിട്ട് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇങ്ങനെ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കാം ഇപ്പൊ തമ്മിലുള്ള ഡിഫറൻസ് അഥവാ ഏതാ 2016 2015 ഡിഫറൻസ് ആണ് നമ്മൾ എന്തെടുക്കുക, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ എടുക്കുക. ഇത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആണ്, ദെൻ ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവും ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ എവിടെ എടുക്കുക? ഫിനാൻസിങ് ആക്ടിവിറ്റി അഥവാ ഷെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റീസിലാണ് എടുക്കുക. ഇത് ആഡ് ആണോ ലെസ് ആണോ എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. ഇത് ആഡ് ആണോ ലെസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 2015 3 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്താണ് 2016 അത് എത്ര ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്? 4 ലക്ഷമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അഥവാ അതിന്റെ അർത്ഥം ഇഷ്യൂ നടന്നിട്ടുണ്ട് എന്നർത്ഥം. മനസ്സിലായോ? 3 ലക്ഷം രൂപ 4 ലക്ഷമായിട്ട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. പുതിയ ഷെയർ എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. നമുക്ക് പൈസ വന്നിട്ടുണ്ട്. ഇത് എന്ത് ഫിഗർ ആണ്? പോസിറ്റീവ് ഫിഗർ ആണ്. പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ ഇതിന്റെ ഡിഫറൻസ് എത്രയാണ് എടുക്കേണ്ടത്? 1 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് എവിടെ എടുക്കണം? ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിൽ എടുക്കണം. ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? പോസിറ്റീവ് ഫിഗർ 1 ലക്ഷം രൂപ നമുക്ക് എന്തായിട്ട് വരുന്നു? അതോ പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് നിങ്ങൾക്കറിയാം, പ്രൊസീഡ്സ് ഫ്രം ഷെയർസ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കാറുണ്ട്. ദെൻ ജനറൽ റിസർവ് എടുത്ത് നോക്കാം. ജനറൽ റിസർവ് ഒരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. കൂടിയിട്ടുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ഫിഗർ ആണ്. സോ ജനറൽ റിസർവിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ആഡ് ചെയ്യേണ്ട കാര്യമാണ് എത്ര? 60,000 രൂപ. നമുക്ക് ഡിഫറൻസ് എന്ന് പറയുന്നത് 60,000 രൂപ. ഇനി അടുത്തത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡിഫറൻസ് നോക്കി നോക്കാം. 80,000 രൂപ ഉണ്ടായിരുന്നത് അത് 10,000 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 80,000 ഉള്ളത് 1 ലക്ഷമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് എത്ര വരുന്നു? 20,000 രൂപ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നു. ദെൻ ഡിബെഞ്ചേഴ്സ് നോക്കി നോക്കുക. ഡിബെഞ്ചേഴ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഡിബെഞ്ചേഴ്സ് നമ്മൾ എടുക്കുന്നത് ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. ഡിബെഞ്ചേഴ്സ് കൂടിയിട്ടുണ്ടെങ്കിൽ, ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ലോങ് ടേം ലോൺ ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ 3 ലക്ഷം രൂപയിൽ നിന്ന് 4 ലക്ഷം രൂപ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തപ്പോൾ പോസിറ്റീവ് ഫിഗർ നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ലക്ഷം രൂപ നമ്മൾ ഡിഫറൻസ് കാണിക്കണം. ഇനി നോക്കുക, ടേം ലോൺ എടുക്കുക. ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. 1 ലക്ഷം രൂപയുടെ ബാങ്ക് ലോൺ ആണ് എടുത്തിരുന്നത്. ദെൻ അത് എത്രയായിട്ട് കുറഞ്ഞിട്ടുണ്ട്? 20,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? 1 ലക്ഷം രൂപ 2015 ഉണ്ടായിരുന്നത് നമ്മൾ തിരിച്ചടച്ചു. എത്ര അടച്ചിട്ടുണ്ട്? 80,000 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ച് അടച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്ത് ആക്ടിവിറ്റി ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. റീപേയ്മെന്റ് ഓഫ് ബാങ്ക് ലോൺ ഓർ ടേം ലോൺ എന്ന് പറയുന്നത് ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ എന്ത് ഫിഗർ ആണ്? മൈനസ് ഫിഗർ ആണ്. അഥവാ നമ്മളെ നമുക്ക് പൈസ ഔട്ട്ഫ്ലോ ആണ് നടന്നിട്ടുള്ളത്. എത്ര രൂപ? 80,000 രൂപ നമുക്ക് ഔട്ട്ഫ്ലോ നടന്നിട്ടുണ്ട്. അടുത്തത് നോക്കുക, ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞ സംഭവം തന്നിരിക്കുന്നത്. ട്രേഡ് പേയബിൾ സത്യം പറഞ്ഞാൽ ഒരു കറണ്ട് ലയബിലിറ്റി ആണ്. കറണ്ട് ലയബിലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കേണ്ട എവിടെയാണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് നമ്മൾ എടുക്കേണ്ടത്.
ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ എടുക്കുന്നു. അവ തമ്മിലുള്ള ഡിഫറൻസ് കറണ്ട് ലയബിലിറ്റി ആണ്. അവിടെ നിങ്ങൾക്കറിയാം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻക്രീസും ഡിക്രീസും നോക്കിയിരുന്നു. ഇൻക്രീസ് ഇൻ ട്രേഡ് കറണ്ട് ലയബിലിറ്റി നമ്മൾ എന്താ ചെയ്തിരുന്നത്, ആഡ് ആണ് ചെയ്തിരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക 60,000 ഉണ്ടായിരുന്ന കറണ്ട് ലയബിലിറ്റി എത്ര ആയിട്ട് മാറി, 80,000 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇൻക്രീസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കറണ്ട് ലയബിലിറ്റി ആണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് എടുക്കേണ്ടത്. അത് എങ്ങനെയാണ്, ആഡ് ആണ് എടുക്കേണ്ടത്. എത്ര, 20,000 രൂപ. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഒരു കറണ്ട് ലയബിലിറ്റി തന്നെയാണ്. കറണ്ട് ലയബിലിറ്റി അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ എടുക്കേണ്ടത്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് എടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ 10,000 നിന്ന് എത്ര ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്, 5,000 ആയിട്ട് കുറഞ്ഞിരിക്കുക. അപ്പൊ ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ആണ്. ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ നമുക്ക് ഏതാണ് ഫിഗർ വരിക, മൈനസ് ഫിഗർ ആണ്, ലെസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ എത്ര രൂപയാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്, 5,000 രൂപയാണ്. ഇത്രയുമാണ് ഏത് സൈഡ് എന്ന് പറയുന്നത്, ലയബിലിറ്റി സൈഡ് എന്ന് പറയുന്നത്. ഇനി അസറ്റ് സൈഡിലേക്ക് വന്ന് നോക്കുക. അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ് ഉണ്ട്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് 5 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ 2015 5,70,000 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്, ഇതൊരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് എവിടെ കിട്ടിയാലും എന്തെടുത്തോ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എടുത്തോ. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ നമുക്ക് ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ എന്ന് നോക്കണം. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ എന്ത് ഫ്ലോ ആണ്, പേയ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ് നടന്നിരിക്കുന്നത്. വ്യത്യാസം എന്ന് പറയുന്നത് 70,000 രൂപയാണ്. ഏത് ഫിഗർ ആണ്, നെഗറ്റീവ് ഫിഗർ ആണ്. അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എന്തായിട്ടുണ്ട്, പോയിട്ടുണ്ട്, നമുക്ക് നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ഫിഗർ ആയിട്ട് വരും, നെഗറ്റീവ് ഫിഗർ ആയിട്ട് വരും. then അടുത്തത് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കേട്ടാൽ തന്നെ ഇതിലെടുക്കാം, ഒരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ് ഏതെന്ന് പറയുന്നത്, ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ അത് എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കി നോക്കാം. 3 ലക്ഷം ഉണ്ടായിരുന്നത് നമ്മൾ 4 ലക്ഷം ആക്കിയിട്ട് എന്ത് ചെയ്തു, അതിനെ വർദ്ധിപ്പിച്ചപ്പോൾ അത് എന്ത് ഫിഗർ, നമ്മുടെ കയ്യിൽ നിന്ന് ഔട്ട്ഫ്ലോ നടന്നു. എത്ര ലക്ഷം രൂപ, 1 ലക്ഷം രൂപ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസയായിട്ട് പോയിട്ടുണ്ട്. ദെൻ ട്രേഡ് റെസീവബിൾ. ട്രേഡ് റെസീവബിൾ ഒരു കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് ആണ് ട്രേഡ് റെസീവബിൾ എന്ന് പറയുന്നത്. ട്രേഡ് റെസീവബിൾ കറണ്ട് അസറ്റ് ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ എടുക്കേണ്ടത് എവിടെയാണ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് എടുക്കേണ്ടത്. കറണ്ട് അസറ്റ് ആണ് ട്രേഡ് റെസീവബിൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇനി അടുത്ത് നോക്കേണ്ടത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളതാണ്. ട്രേഡ് റെസീവബിളിന് എന്ത് സംഭവിച്ചു, ഇൻക്രീസ് അല്ലേ സംഭവിച്ചു. 30,000 നിന്ന് 40,000 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എടുക്കണം, ലെസ് എടുക്കണം. അഥവാ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് നമുക്ക് എന്താ സംഭവിക്കുന്നത്, ലെസ് എമൗണ്ട് ആണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ലെസ് ചെയ്തെടുക്കേണ്ട എമൗണ്ട് ആണ് എത്ര, 10,000 രൂപ. അടുത്ത് ഇൻവെന്ററി. ഇൻവെന്ററി പറഞ്ഞാൽ സ്റ്റോക്ക് എന്ത് അസറ്റ്, ഒരു കറണ്ട് അസറ്റ് തന്നെയാണ്. കറണ്ട് അസറ്റ് ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ എന്താ സംഭവിച്ചത്, ഡിക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. സോ അപ്പൊ എന്ത് ചെയ്യണം, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണം. എത്ര രൂപ, 4,000 രൂപ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി എടുക്കണം. അടുത്തത് ഗുഡ് വിൽ ആണ്. ഗുഡ് വില്ല് കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് എന്ത് ആക്ടിവിറ്റിയാണ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഗുഡ് വിൽ എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഇവിടെ പർച്ചേസ് ആണോ, ഇവിടെ നിങ്ങൾ നോക്കുക ആഡ് ആണോ ലെസ് ആണോ, മീൻസ് കൂടുകയാണോ കുറയുകയാണോ ചെയ്തിട്ട് നോക്കി നോക്കുക. അത് 1 ലക്ഷം ഉണ്ടായിരുന്നത് 70,000 ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു, കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്, ഗുഡ് വിൽ എന്ത് സംഭവിച്ചു, റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഗുഡ് വിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ഓഫ് ഗുഡ് വിൽ എത്രയാണ് റൈറ്റ് ഓഫ്. അപ്പൊ എവിടെ എടുക്കുക, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ആഡ് എന്ന് പറയുന്ന പോർഷനിൽ ഗുഡ് വിൽ റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് എത്ര രൂപയാണ്, 30,000 രൂപയാണ്. ഇനി ഇവിടെ നോക്കുക, ബാങ്ക് ബാലൻസും ക്യാഷ് ബാലൻസും തന്നിട്ടുണ്ട്. ബാങ്ക് ബാലൻസ് അറ്റ് ദ ബിഗിനിങ് 2,000 അറ്റ് ദ ബിഗിനിങ് 8,000 അപ്പൊ 10,000 രൂപയാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് അറ്റ് ദ ബിഗിനിങ്. നമ്മൾ ലാസ്റ്റ് എഴുതുന്ന കാര്യമാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് അറ്റ് ദ ബിഗിനിങ്. എത്ര രൂപയുണ്ട്, 10,000 രൂപയുണ്ട്. അറ്റ് ദ എൻഡ് നമുക്ക് എല്ലാ അഡ്ജസ്റ്റ്മെന്റും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട പൈസ എന്ന് പറയുന്നത് എത്രയാണ്, 79,000 രൂപ നമുക്ക് കിട്ടണം. ഇനി ഇവിടെ നോക്കുക, നമ്മൾ 2 കാര്യങ്ങൾ കൂടി നമ്മുടെ പ്രോബ്ലത്തിന്റെ അഡീഷണൽ ആയി തന്നിരിക്കുന്നത് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ഓൺ
അസറ്റ്. ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് എന്ന് പറഞ്ഞിട്ട് 50,000 രൂപ തന്നിട്ടുണ്ട്. ഈ ഡിപ്രീസിയേഷൻ എന്ന് കേട്ടാൽ അപ്പോൾ അടുത്ത ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് എടുക്കേണ്ടത് ഏതെവിടെയാണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ്. എത്രയാണ് എടുക്കേണ്ടത്? ആഡ് ചെയ്ത് എന്ത് ചെയ്യണം? എടുക്കണം. സോ അവിടെ ആഡ് വരുന്നു. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ആഡ് വരുന്നു. ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറയുന്നതും എന്ത് ആക്ടിവിറ്റി തന്നെയാണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി തന്നെയാണ്. എങ്ങനെ എടുക്കേണ്ടത്? ആഡ് ചെയ്ത് എടുക്കുകയും വേണം. സോ ഇത്രയുമാണ് ഒരു പ്രോബ്ലം. എങ്ങനെയാണ് നമ്മൾ ഈ പറയപ്പെട്ടതിനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ സ്റ്റേറ്റ്മെന്റിലേക്ക് എഴുതിയാൽ മതി. ഇവിടെ നോക്കാം, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എത്രയാണ്? 20,000 രൂപയാണ്. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. ജനറൽ റിസർവിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 60,000 രൂപയാണ്. ദെൻ ഗുഡ് വിൽ റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 30,000 രൂപ ആഡ് ചെയ്തിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ നമുക്ക് തന്നിരിക്കുന്നു 50,000. ദെൻ ഡിവിഡൻഡ് പെയ്ഡ് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഇവയൊക്കെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഒരു എമൗണ്ട് കിട്ടി. ദാറ്റ് ഈസ് കോൾഡ് 2 lakh of rupees. 2 ലക്ഷം രൂപ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ആ 2 ലക്ഷത്തിൽ നിന്ന് നമ്മൾ എന്ത് കുറക്കുന്നു? ഈ 2 ലക്ഷത്തിനെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്, അല്ലെ? നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ മുമ്പുള്ള പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ ആ എമൗണ്ട് ആണ് ഇതെന്ന് പറയുന്നത്, ഈ പറയപ്പെട്ട എമൗണ്ട് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ, അതിൽ നിന്ന് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്ത് ചെയ്യണം? കുറക്കണം. അപ്പൊ ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ആൻഡ് ഡിക്രീസ് ഇൻ അസറ്റും, ഇൻക്രീസ് ഇൻ ലയബിലിറ്റി, ഡിക്രീസ് ഇൻ ലയബിലിറ്റി ആൻഡ് ഇൻക്രീസ് ഇൻ അസറ്റും നമ്മൾ എന്ത് ചെയ്തു? എത്രയാണ് നമ്മൾ കണ്ടെത്തിയിരുന്നു? ഇൻക്രീസ് ഇൻ ട്രേഡ് പേയബിൾ എന്ന് പറയുന്നത് 20,000 ആണ്. ഡിക്രീസ് ഇൻ എന്ന് പറയുന്നത് 4,000 രൂപയാണ്. ഓക്കെ, 4,000 രൂപയാണ്. ദെൻ എന്ത് ചെയ്തു? ഡിക്രീസ് ഇൻ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് 5,000 രൂപയുണ്ട്. ഇൻക്രീസ് ഇൻ ട്രേഡ് പേയബിൾ, അസറ്റ് ഇൻക്രീസ് ചെയ്തു. സോ നമ്മൾ എത്ര ആയിട്ട് എഴുതി? നമുക്ക് കിട്ടി. ദെൻ അവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ലക്ഷത്തിന്റെ കൂടെ എത്ര കൂട്ടി? 2,24,000 കൂട്ടി. അതിൽ നിന്ന് 15,000 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 2,09,000. That means net cash flow from operating activity. ഇനി അടുത്തത് ഏതാണ്? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. 2 കാര്യമാണ് ഉണ്ടായിരുന്നത്, അല്ലെ? 2 കാര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആയിട്ട് ലെസ് ചെയ്യാനാണ്, അഥവാ മൈനസ് ഫിഗർ ആണ്. നമുക്ക് 70,000 രൂപയും 1 ലക്ഷം രൂപയും എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് 1 ലക്ഷം രൂപയും നമുക്ക് 70,000 രൂപ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 70,000 രൂപ ഇല്ലേ? ഈ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം ഫിക്സഡ് അസറ്റിന് ഒരു ചെലവും കൂടി കാണാം നിങ്ങൾക്ക്. 50,000 രൂപ നമുക്ക് ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ടോട്ടൽ 1,20,000. എങ്ങനെ 1,20,000 വന്നതെന്ന് വെച്ചാൽ നമുക്കുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതിന്റെ? ഫിക്സഡ് അസറ്റിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 70,000 രൂപ. ദെൻ നമ്മൾ എന്ത് കൊടുത്തു? നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ട് എത്ര കൊടുത്തു? 50,000 രൂപ ഡിപ്രീസിയേഷൻ ആയിട്ട് കൊടുത്തു. സോ ടോട്ടൽ 1,20,000 റുപ്പീസ് എവിടെ വരുന്നു? പേയ്മെന്റ് ഓഫ് പർച്ചേസ് ഓർ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. ദെൻ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എത്ര വരുന്നുണ്ട്? 1 ലക്ഷം രൂപ നമുക്ക് വരുന്നുണ്ട്. ടോട്ടൽ എത്ര വരുന്നു? 2,20,000 രൂപ നമുക്ക് എവിടെ വന്നിട്ടുണ്ട്? ഈ എമൗണ്ട് ക്യാഷ് ഫ്ലോ ഫ്രം അല്ല, ദെൻ ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ 2,20,000 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ നോക്കാം, പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ഷെയർസ്, അഥവാ പുതിയ ഷെയർ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ വിറ്റിട്ടുണ്ട്. 1 ലക്ഷം രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആ 1 ലക്ഷം രൂപ. ദെൻ പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് 1 ലക്ഷം രൂപ. റീപേയ്മെന്റ് ഓഫ് ടേം ലോൺ, ദാറ്റ് മീൻസ് 80,000 രൂപ. ദെൻ ഇവിടെ നമുക്ക് ഒരു പുതിയ സംഭവം കൂടി എഴുതേണ്ടതുണ്ട്. ദാറ്റ് മീൻസ് ഡിവിഡൻഡ് പെയ്ഡ് ഔട്ട് ഓഫ് അഡീഷണൽ സംഭവത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ, അഡീഷണൽ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിന് എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഒരു സ്ഥലത്ത് പോസിറ്റീവ് ആയിട്ട് എടുത്തു, മറ്റൊരു സ്ഥലത്ത് നെഗറ്റീവ് ആയിട്ട് എടുത്തു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി അതിന്റെ എന്താ പറയാ എഫക്റ്റ് എന്ന് പറയുന്നത് 0ആണ്.
ഒരു ഭാഗം കൂട്ടുന്നു, ഒരു ഭാഗം കുറക്കുന്നു. നിങ്ങൾക്കറിയാലോ 40,000-ൽ 40,000 പോയി കഴിഞ്ഞാൽ ഒരു എഫക്റ്റും ഇല്ല. പക്ഷെ നമ്മൾ കാണിക്കണം എന്നുള്ളത് കൊണ്ട് ഡിവിഡൻഡ് പെയ്ഡ് എത്ര വരുന്നു? 40,000 രൂപ. ദെൻ അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരുന്നു? 2 ലക്ഷത്തിൽ നിന്ന് 1,20,000 രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 80,000 പോസിറ്റീവ് ഫിഗർ കിട്ടുന്നു. ദെൻ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ്. ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2,09,000 രൂപ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ഫിഗർ ആണ്. അതിന്റെ കൂടെ 80,000 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ അതും ഒരു പോസിറ്റീവ് ഫിഗർ ആണ്. എന്നതിന് ശേഷം 2,20,000 രൂപ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്ത് പോസിറ്റീവ്? അഥവാ 2,59,000 നിന്ന് 2,20,000 രൂപ നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് 69,000 രൂപയാണ്. ദെൻ ക്യാഷ് അറ്റ് ദ ബിഗിനിങ്. ക്യാഷ് ആൻഡ് ഏത് കൂടി ഉണ്ട്? ബാങ്ക് അറ്റ് ദ ബിഗിനിങ്. ബാങ്ക് ബാലൻസും ക്യാഷ് ബാലൻസും അറ്റ് ദ ബിഗിനിങ്. ഞാൻ പറഞ്ഞു ഇവിടെ 2,000 രൂപയുണ്ട്, ഇവിടെ എത്രയുണ്ട്? 8,000 രൂപയുണ്ട്. സോ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരുന്നു? 10,000 രൂപ. ഈ 69,000 കൂടെ നമ്മൾ എത്ര കൂട്ടുന്നു? 69,000 കൂടെ 10,000 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് എത്ര വരുന്നു? 79,000 വരുന്നു. അത് തന്നെയാണോ ഇവിടെ കിട്ടുന്നത്? നോക്കി നോക്കുക. 70,000 കൂടെ 9,000 രൂപ കൂട്ടുന്നു. 79,000 രൂപ. ക്ലിയർ? സോ ഇങ്ങനെ ഒരു പ്രോബ്ലം എന്നാൽ തമ്മിലുള്ള ഡിഫറൻസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തേണ്ടത്? കൺസിഡർ ചെയ്യേണ്ടത്. 2 വർഷത്തെ ഡിഫറൻസ് എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ.